ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കില്ലേ എല്ലാവരും ഇവിടെ വണ്ടിയിലാണ്, എവിടെ പോകണമെന്നൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ രാവിലെ പറഞ്ഞാൽ ഒരു 9:30 കേട്ടോ, 9:30 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വഴി അറിയാത്തത് കൊണ്ട് എത്താനും കുറച്ച് നേരമായിട്ടാണ്. അപ്പോൾ എന്താണ്, ഞാൻ റിയാസ് ഖാനത്ത് കുറേ ആയി പറയണം പോകണം എന്ന്. അപ്പോൾ ഇന്നാണ് റിയാസ് ഖാക്ക് ഇത്തിരി സമയം കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാനും കുട്ടികളും റിയാസ്ക്ക് മാത്രമേ ഉള്ളൂ, ഉമ്മല്ല. പിന്നെ അപ്പോൾ ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഞാൻ അടുത്താണെന്നാണ് വിചാരിച്ച് നോക്കുമ്പോൾ ഒത്തിരി ദൂരമുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. കൂട്ടുകാരെ, അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ ഗുരുവായൂർ ആണുള്ളത്. തൃശ്ശൂരല്ല, ഗുരുവായൂരിൻ്റെ കുറച്ച് സെൻട്രലായിട്ട് കേട്ടോ. അവിടേക്ക് എന്തോ ഒരു പേര് പറയും. അപ്പം ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ ഫ്രണ്ട് മാത്രമല്ല കേട്ടോ, ഒരു കൂടപ്പറപ്പിനെ പോലെ ഒരു ഉമ്മ പറ്റില്ല തന്നെ ഉള്ളൂ. ഞങ്ങൾ ഒരു കൂടപ്പറപ്പാണ്. അപ്പോൾ കൂടപ്പറപ്പിനെ പോലെ കേട്ടോ. ഞങ്ങൾ വാട്സപ്പിലൊക്കെ ഇങ്ങനെ വന്ന് നല്ല എന്താ പറയുക, കൂടുതൽ അടുത്തു. പിന്നെ അങ്ങനെ അവളെ എന്നെ വിരുന്ന് വിളിച്ചു, അങ്ങനെ വന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങി. പക്ഷെ ഇവിടെ എത്തുമ്പോൾ സ്ഥലം അറിയാത്തതുകൊണ്ട് ചോദിച്ചിട്ടാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരമായി, 1 മണിയൊക്കെ ആയി ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ അവളുടെ വീടും സ്ഥലമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ അതേപോലെ തൊടിയും കാര്യങ്ങളും വീടുകളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വേറെ ഒരു കൂട്ടുകാരനെയും കൂടി കിട്ടി. അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ. വലിയ നാടൻ സ്ഥലമൊക്കെ അടിപൊളിയാണ്. കുറേ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ഇവിടെ. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. വേസ്റ്റൊക്കെ ഇങ്ങനെ കത്തിച്ച് കളയാ, തുണി അയല കെട്ടാനൊക്കെ നല്ല സുഖമുണ്ട്. പിന്നെ റെജിക്കുട്ടി ഇതൊരു ലൈന് വീടാട്ടോ. 4 ഉണ്ട്, അടിയിൽ 2, മുകളിൽ 2. അപ്പോൾ ഇത് മുകളിലാണ്. റെജിക്കുട്ടി വണ്ടിയൊക്കെ ഓട്ടിട്ടുണ്ട് അവിടുത്തെ. അപ്പോൾ വിരുന്ന് വിളിച്ചാട്ടോ, പ്രതീക്ഷിക്കാത്തൊരു വരവാണ്. അപ്പം ഞാനും റിയാസ്ക്കും കുട്ടികളും ഇവിടെ വന്നു കേട്ടോ. ഇനി ഇത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ്. അല്ലേ റെജിക്കുട്ടിക്ക് എവിടുന്ന് കിട്ടി? തലയിലൊക്കെ വെച്ചിരിക്കുന്നു നോക്ക്. അവള് സുഖമായിട്ട് വണ്ടി ഓട്ട് കിടന്നിട്ടില്ലേ? റിൻഷി അപ്പം നോക്കി ഞാൻ നിൽക്കണ്ട. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ അപ്പോൾ ഇവർ താഴത്താണ് കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകും താഴത്ത്. അപ്പോൾ ഞാൻ മുകളിലേക്ക് പോട്ടെ. അപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്ത് അടി, ഇത് കണക്കൂർക്കേ, നല്ല കണക്കൂർക്കൻ്റെ മണം. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹാള്. 2 ബെഡ്റൂമും, അത് ബെഡ്റൂം, അടുക്കള. പിന്നെ ഇവിടെ TV കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. പാത്തു, നമ്മൾ എവിടേക്ക് വന്നിക്കണേ? പാത്തിമ നോക്ക്, കലക്ടറിനെ പോലെ കടന്നുറങ്ങ്. പാവ, എനിക്കൊരു മാന്തം കിട്ടി. പാത്തിമ മോള് കാണിച്ചോടി. എനിക്ക് കുട്ടി വണ്ടി ഓടും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മുകളിൽ പോവാട്ടോ. അവൻ്റെ വീട്ടിൽ ആദ്യമായിട്ടായിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ സാധനങ്ങളൊക്കെ. ഇതെന്താണ് വീണ്ട് കേട്ടോ. അപ്പം മക്കളെ, ഇതാണ് താഴത്ത്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഹായ് മച്ചിൻ്റെ മോൾ, ഹായ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മുകളിൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ നിൽക്കാനൊക്കെ. അങ്ങോട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ, അടിപൊളി. അടിപൊളി. ബാക്ക് കാണിച്ചു കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടുത്തെ ഒരു മാങ്ങാ മൂച്ചയൊക്കെ ഉണ്ട്, തെങ്ങുണ്ട്. റെജിക്കുട്ടി കളിക്കും. ഇവിടുന്ന് തുണികൾ അപ്പുറത്ത് പോവും. റെജിക്കുട്ടി വീഴുണ്ട. നല്ല സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് എത്തി നോക്കാൻ പേടിയാണ്. റിജ് വഴിയാണ്ട്, ആ വഴി ഞങ്ങൾ വന്ന വഴി. എന്താണ്
എന്താടി എൻ്റെ കഴുത്തടി. ഇവിടുന്നൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടാ. മാങ്ങണ്ടോ? ആ എവിടെ? അയ്യോ വേണ്ട, താഴത്ത് നോക്കുമ്പോൾ എനിക്ക് താഴത്ത് നോക്കുമ്പോൾ പേടിയാണ്. താഴത്ത് നോക്കുമ്പോൾ പേടിയാണ് ഡി. വേണ്ടീ വാ, വേണ്ട പോനു. അതിൽ പുളിയറുമ്പുണ്ട് താഴെ. ഇവിടുന്ന് രജു മുരിങ്ങ മരം താഴത്ത് നോക്ക്. കുറേ വീടുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ. തെങ്ങ്. വാടി റിൻസി പോക. വാ 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 വാ. പൂച്ചക്കുട്ടി നോക്ക് കിടന്നുറങ്ങണ്. നടക്ക്. നീ എന്താ ഒറ്റക്കൊക്കെ വരുന്നേ? നടക്ക്. വാ. വന്നതും ഞങ്ങൾക്ക് ജ്യൂസ് തന്നുട്ടോ, മുന്തിരി ജ്യൂസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആദ്യമായിട്ട് നമ്മളൊരു വീട്ടിലേക്ക് വരികയല്ലേ, അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു ചമ്മലേ. നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ. പിന്നെ ഫുഡ് ഇതാട്ടോ, മന്തിയാണ്. മന്തിയും മയോണൈസും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ മന്തി. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡിൻ്റെ വീഡിയോ ഇത് ശരിക്കും എടുത്തില്ല കേട്ടോ. ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മൈക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മൈക്കിൽ പറയുമ്പോൾ അതിൻ്റെ സൗണ്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാട്ട് പാടി നോക്കട്ടെ. പാടം പെയ്യും നേരം അതൊരു മൈക്ക് അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ. അതതിൽ രണ്ട് സൗണ്ട് ഉണ്ടോ? രണ്ട് സൗണ്ട് ഉണ്ടോ? ഹലോ ഹലോ. ഇത് ആണിന്റെ സൗണ്ട്. പെണ്ണിന്റെ സൗണ്ട് ആക്കട്ടെ. അപ്പൊ അടിപൊളി മൈക്ക് കേട്ടോ. കേട് വരുത്തണ്ട. ഹലോ. ഇത് സൗണ്ട്. ഞാൻ അടുത്ത സൗണ്ട് എടുക്കട്ടെ. മാറി. കാണാണ്ടറിയില്ല, കണ്ടിട്ട് പാടുക ഒരു പാട്ട്. ആ നിന്റെ ഫോൺ എവിടെ നോക്കി പാട്ട് പാട്ട് കേട്ട് നീ ഉറങ്ങ കനവിൻ്റെ കാതലേ, കനവിൻ്റെ കാതലേ. പാട്ട് പാടി ഉറക്കാം താമര പൂങ്കൈകളേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പാട്ടൊക്കെ പാടി കളിച്ചു വിട്ടാ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ കുടിക്കുകയും എല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി. പിന്നെ അവിടെ കുത്തി വെച്ചിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ചാർജിലിട്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ചായയും കടിയൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് കഴിക്കാനൊക്കെ വാങ്ങിയിട്ടാട്ടോ പോയി. അവർക്ക് ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങാം, നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും വാങ്ങണമല്ലോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാട്ടോ പോയി. പിന്നെ അവിടുന്ന് ചായയും കുറേ പലഹാരങ്ങളൊക്കെ വെച്ച് തന്നു. പിന്നെ ചോറും മന്തിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. സീന എന്നാണ് പേര്. 2 പെൺകുട്ടികളാണ് കേട്ടോ. അവൾക്ക് ഭർത്താവ് ഗൾഫിലാണ്. ഇൻഷാ അല്ലാഹ് അവൾക്കും പെട്ടെന്ന് തന്നെ ഒരു വീടാവട്ടെ. അവൾ വാടകയ്ക്കാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു വീടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. പഠിച്ചം അതൊന്ന് വേഗം നിറവേറ്റി കൊടുക്കട്ടെ.
ആമീൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടാ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. പിന്നെ പോകുമ്പോൾ വഴി അറിയാണ്ട് കുറച്ച് തപ്പിത്തടഞ്ഞിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് വരുമ്പോഴും കുറച്ച് ഫസ്റ്റൊക്കെ ഒന്ന് പിന്നെ മാപ്പ് അയച്ചു തന്നുകൊണ്ട് പിന്നെ അത് നോക്കി ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ വഴിയിൽ നിറയെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ, പോകുമ്പോഴും വരുമ്പോഴൊക്കെ കാണാൻ. പിന്നെ നല്ല ഈ കടലാസ് പൂവിൻ്റെ ഓരോ ഫ്ലവർ ഭാഗങ്ങളൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് വിൽക്കാൻ വെച്ചിട്ടുള്ളത്. പിന്നെ പിന്നെ പട്ടാമ്പി ആ ഭാഗത്തേക്ക് നീർച്ചയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആ വഴി പോകാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ ഈ വഴിക്കാണ് വന്നത്. പിന്നെ അവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഭയങ്കര ഇരുട്ടാവാനായിട്ട് അപ്പോൾ ട്രെയിനും ഒക്കെ പോകണോണ്ടപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചൊക്കെ. പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര ഇടുപ്പ് വേദന ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബെൽറ്റ് എടുക്കാൻ മറന്നിട്ടാണ് പോയത്. ഇത്രയും ദൂരം പോകുമ്പോൾ എപ്പോഴും എടുക്കണം ഞാൻ, അപ്പോൾ ഇന്ന് നോക്കി മറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇരിക്കാൻ അധികം വണ്ടിയിലിരിക്കാൻ വയ്യ കേട്ടോ വേദന കൊണ്ട്. അങ്ങനെയൊക്കെ കുറേ ഇരുന്നും കടന്നിട്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് എത്തി. പിന്നെ വീടെത്താനാവുമ്പോൾ എന്തായാലും വീടെത്തുമ്പോൾ ഇരുട്ടായിട്ടാ. ഒരു 9:30 10 മണി ആവാനായിക്കണ്. പിന്നെ ഞങ്ങൾ ഇടയിൽ നിർത്തി കുട്ടികൾക്ക് വെള്ളം വേണം പറഞ്ഞ് വെള്ളം മേടിച്ചു കൊടുത്തു. വെള്ളം കുട്ടികൾക്ക് കഴിക്കാൻ ലേസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ റിയാസ്ക്കാക്കും ഒരുപാട് ദൂരം വണ്ടി ഓട്ടിയപ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്, ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ, 1 വർഷത്തോളമായി അവൾ എന്നെ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട് വായോ വായോ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നാണ് സാഹചര്യമൊക്കെ ഒത്തു വന്നത് കേട്ടോ. ഞാൻ ഇന്നും വരില്ല, പ്രതീക്ഷിക്കാത്തൊരു വരവും കൂടി ആയിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നിറയെ പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് നിറയെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ നിറയെ കാണാനുണ്ട് കേട്ടോ. പിന്നെ ട്രെയിന് പോണതൊക്കെ കുട്ടികൾക്ക് ട്രെയിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കാഴ്ചകളൊക്കെ കണ്ടപ്പം. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഇത് നല്ല ഇരുട്ടായിട്ടാണ്. പിന്നെ അധികം ഞാൻ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു 8:30 ആയപ്പോൾ ഒരു കടയിൽ നിർത്തി. പിന്നെ ഫാത്തിമക്കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ ഞങ്ങൾ ചായയും പിന്നെ 2 ദോശയും റിയാസ്ക്കാക്ക് പൊറോട്ടയും ഒക്കെ കഴിച്ചിട്ട് പിന്നെ റിജുക്കുട്ടി ക്ഷീണിച്ചിട്ട് അവൾ വണ്ടിയിലിരുന്ന് അങ്ങനെ ഒന്ന് ഉറങ്ങി കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് അവൾക്കൊണ്ട് മുഖത്ത് ഫാത്തിമക്കുട്ടി ഒരു പിച്ചും കൊടുത്തു കേട്ടോ. അങ്ങനെ മൂക്കിൻ്റെ അവിടെ ഒരു മുറിവുമായി. പിന്നെ ഫാത്തിമക്കുട്ടിക്ക് ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. അപ്പം അവൾ കുഴപ്പമൊന്നുമില്ല, അവൾക്കിങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കാണാത്തൊരു സബ്സ്ക്രൈബറിനെ കാണാൻ വേണ്ടി പോയി. ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്കൊരു കൂടപ്പിറപ്പിന് കിട്ടിയൊരു സന്തോഷം. പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്ര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.